ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസർ പരിചയപ്പെടാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ കഷ്ണം തുണിയും ഒരു ഹാങ്കറും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഓർഗനൈസർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കൈവശമുള്ള പഴയ ഷാളോ ചെറിയ കഷ്ണം തുണികളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെറിയ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. ഈ രീതിയിൽ തയ്ച്ചെടുത്തതിന് ശേഷം നല്ല വശം നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മൊബൈൽ കടക്കത്തക്ക വിധത്തിൽ അളവ് കണക്കാക്കിയിട്ട് നടുഭാഗത്തോടു കൂടി ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമുക്ക് 2 അറകളായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് ഒരു ആങ്കർ യോജിപ്പിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്ത് ഒന്ന് തൂക്കിയിടാം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കുത്തിവെച്ചതിന് ശേഷം ഈ അറയിലേക്ക് മൊബൈൽ ഇട്ട് കൊടുത്താൽ മതി. മൊബൈൽ താഴെ വീണു പോകുമെന്ന പേടിയൊന്നും ആർക്കും വേണ്ട. മൊബൈൽ ചാർജ് ആയതിനു ശേഷം നമുക്ക് ചാർജറും ഇതിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ചാർജർ നമ്മൾ ഇതിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഞാനൊരു പഴയ ഷാൾ എടുത്തിട്ടുണ്ട്. ഇത് 3ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഷാൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. അതിനു മുന്നായിട്ട് ഇതിലേക്ക് 2 ആങ്കർ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഷാളിനുള്ളിലേക്ക് 2 ആങ്കർ കൂടി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഷാളിൻ്റെ അറ്റഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇനി ഇതുപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ അഗ്രഭാഗം യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ഉൾവശത്തേക്കായിട്ട് ഈ പീസ് ഒന്ന് കയറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ തുണികളൊക്കെ വയ്ക്കുന്ന സമയത്ത് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് അലമാരയിൽ തൂക്കി കൊടുക്കാം. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം തുണികളൊക്കെ നല്ല രീതിയിൽ തന്നെ മടക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഷാൾ ഉപയോഗിച്ച് തന്നെ ഒരു രീതിയിൽ കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് ഷാൾ 3ആയി മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ യോജിപ്പിച്ചെടുത്ത ഭാഗത്തിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഹാങ്കർ വെച്ച ഭാഗത്തും ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് കുറേ അധികം തുണികൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇതിൽ ഏത് ഐഡിയ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു പഴയ ഷാളും 2 ഹാങ്കറും മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക.
ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതിന് ഒരു ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴയ ടർക്കിയാണ്. ഇനി ഇത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ കൂടി നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആങ്കറാണ്. ഇനി ഇതിലേക്ക് ഒരു ആങ്കർ കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്ന പേഴ്സുകളും അതുപോലെ തന്നെ ചെറിയ തരം ബാഗുകളൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷിക്കാവുന്ന. ഇങ്ങനെ ചെയ്തെടുത്ത് സൂക്ഷിക്കുമ്പോൾ നമുക്ക് പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് അത് തിരഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ അലമാരയിൽ അലക്ഷ്യമായി ഇടേണ്ട ആവശ്യമില്ല. ഇത് നല്ല വൃത്തിക്ക് തന്നെ അവിടെ ഇരുന്നോളും. ഇതും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുട്ടികളുടെ യൂണിഫോമിൻ്റെ ബാലൻസ് വന്ന ഒരു പീസാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാഗുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ തയ്യാറാക്കിയെടുക്കാം. ഇതിന് നമുക്ക് പഴയ ഷാൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട് പീസ് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് നല്ല കനം കൂടിയ കാർഡ്ബോർഡ് പീസ് തന്നെ വേണം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം രണ്ട് സൈഡ് ഭാഗങ്ങളും നമുക്കൊന്ന് അളവെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാർഡ്ബോർഡ് വെക്കേണ്ട ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് അത് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഹാങ്കർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തും ഓരോ ഹാങ്കർ വീതം യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ രീതിയിലാണ് കിട്ടുക. ഇനി നമുക്കിത് നമ്മുടെ അലമാരയിൽ ഒന്ന് തൂക്കി കൊടുക്കാം. കനം കുറഞ്ഞ കാർഡ്ബോർഡ് പീസ് ആണെങ്കിൽ നമുക്ക് ബാഗൊക്കെ വയ്ക്കുമ്പോൾ അത് ബാഗൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കനം കുറഞ്ഞതായി തോന്നുകയാണെങ്കിൽ ഒരു നോട്ട് ബുക്ക് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗുകളൊക്കെ നമുക്ക് ഈ രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.